ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു റെയിൻബോ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും, നാട്ടിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മേടിച്ചാൽ മതി. കേക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എത്ര മിനിറ്റ് വെക്കണമെന്നും എത്ര ഡിഗ്രി വെക്കണമെന്നെല്ലാം ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാൻ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 3 എഗ്ഗ് വേണം. കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. നമ്മളതൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 3 എഗ്ഗ് വേണം. 6 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ വേണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ പൗഡർ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ മിക്സർ. അപ്പോൾ അതിൽ ഓൾറെഡി റെയിൻബോ ബീറ്റ്സുകൾ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മതി. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പെട്ടെന്നൊക്കെ കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ 180 മില്ലി വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കപ്പിൻ്റെ പകുതി ഉണ്ടാവും. 180 മില്ലി എന്ന് പറയുമ്പോൾ ഒരു കപ്പിൻ്റെ അത്ര ഇല്ല. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യണം. 250 ml മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഈ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും, അത് ഫോളോ ചെയ്താൽ മതി. അത് ഏത് ഫ്ലേവർ കേക്കാണെങ്കിലും അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ആ പാക്കറ്റിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതാ ബട്ടർ പേപ്പർ, ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ, ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ എല്ലാ ബാറ്ററും നമ്മൾ ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിലത്തെ ബബിൾസ് എല്ലാം പോവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി. ഞാനിവിടെ 5 മിനിറ്റ് നമ്മുടെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 35 മിനിറ്റാണ് കേക്കിൻ്റെ വേവാൻ ആവശ്യമുള്ള ടൈം. അപ്പോൾ നമുക്ക് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ഡബിൾ ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണ് പൗഡർ ഷുഗറും ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അര ടീസ്പൂണ് വനില എക്സ്ട്രാക്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിന് പകരം ഹണിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹണിയും കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ പാർട്ടി സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ ആഡ് ചെയ്യണത്. നമ്മുടെ കേക്ക് റെയിൻബോ കേക്ക് ആയ കാരണം ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ കേക്കൊക്കെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.